അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൽ മുക്കാൽ, അവസാനത്തെ 3 പാദം തിരുവോണം, അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. 2ാം ഭാവത്തിൽ ആണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെയും വരുന്നത്. അതുപോലെ അധികാരപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ചില പ്രശ്നങ്ങൾ വരാവുന്നതാണ്. വാക്ക് മൂലം ഉണ്ടാകുന്ന ചില അപകർഷത, ചില ബുദ്ധിമുട്ടുകൾ പ്രൊഫഷനിലോ ജോലിയിലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്ക് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ധനപരമായിട്ടുള്ള വരുമാന മാർഗങ്ങളൊക്കെ അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നു. ചിലവിൽ കുറച്ച് നിയന്ത്രണം വേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ശിരോരോഗങ്ങൾ ഉണ്ടാകുക, തലവേദന മുതലായിട്ടുള്ളവ ഉണ്ടാകുക, എല്ല് പല്ല് മുതലായിട്ടുള്ളവയ്ക്ക് ചില രോഗങ്ങളുണ്ടാകുക, നഖം പൊഴിഞ്ഞു പോകുക, അഥവാ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് അത് കുറച്ചുകൂടെ തീവ്രമാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലും കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം. വാക്കുകൾ വളരെ സൂക്ഷിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകാവുന്ന സംഘർഷങ്ങളും അസ്വാരസ്യങ്ങളും കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനി ക്ഷേത്രത്തിൽ അഥവാ ശാസ്താ ക്ഷേത്രത്തിൽ, ശനിയുടെ ക്ഷേത്രം നമുക്ക് ഇവിടെ ധാരാളമായിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, എള്ള് കിഴി സമർപ്പിക്കുക, അതുപോലെ എള്ളെണ്ണ കൊണ്ടുള്ള ദീപം കത്തിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും.